أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അനുസ്മരണമാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ ഖുതുബയ്ക്ക് മുമ്പ് അതേപ്പറ്റിയാണ് പറഞ്ഞത്. അതിൽ സുറാക്കയെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹവും സമ്മാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടികൂടുന്നതിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അദ്ദേഹത്തിന് മുന്നിൽ നിരവധി തടസ്സങ്ങളുണ്ടായി. ആ സമയത്ത് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിച്ചു, അങ്ങ് ഭരണാധികാരിയാകുമ്പോൾ എനിക്ക് സംരക്ഷണം നൽകണം, അതിനുവേണ്ടി ഒരു ലിഖിതം എഴുതിപ്പിച്ചു. ഇതിനെ സംബന്ധിച്ച് ചില നിവേദനങ്ങളിൽ കാണുന്നുണ്ട്. മറ്റൊരു നിവേദനമനുസരിച്ച് അയാൾ തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സംഭാവന ചെയ്തുകൊണ്ട് പറഞ്ഞു, സുറാക്ക, കിസ്രയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? സുറാക്ക അത്ഭുതന്തരനായി തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, കിസ്ര ബിൻ ഹുർമസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, കിസ്ര ബിൻ ഹുർമസ് തന്നെ. അങ്ങനെ ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖിസ്രയുടെ വളകളും മറ്റ് സാധന സാമഗ്രികളും കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സുറാക്കയെ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, കൈകൾ നീട്ടുക. അതിൽ ആ വളകൾ അണിയിച്ചു. എന്നിട്ട് പറഞ്ഞു, കിസ്ര ബിൻ ഹുർമസിൽ നിന്ന് ഈ എല്ലാം പിടിച്ച് നമുക്ക് അധീനമാക്കി തന്ന അള്ളാഹുവിനാകും സർവസ്തുതിയും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹിജറത്ത് വേളയിലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്നും തായിഫിൽ നിന്നും തിരിച്ചു വരുമ്പോൾ സുറാഖ ബിൻ മാലിക് ജറാന എന്ന സ്ഥലത്ത് വെച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. ജറാന മക്കയ്ക്കും തായിഫിനും ഇടയിലുള്ള ഒരു കിണറിന്റെ പേരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറഞ്ഞു, കിസ്രയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് സംബന്ധിച്ച് സീറത്ത് ഖാത്തമുൻ നബിയിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇങ്ങനെ എഴുതുന്നു, കുറച്ചു ദൂരം താണ്ടിയതേ ഉള്ളൂ, ഒരു വ്യക്തി കുതിരപ്പുറത്ത് വരുന്നത് ഹദ്റത്ത് അബൂബക്കർ കണ്ടു. അബൂബക്കർ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആരോ നമ്മെ പിന്തുടർന്ന് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ പിന്തുടർന്ന് വന്നിരുന്ന ആൾ സുറാഖ ബിൻ മാലിക് ആയിരുന്നു. അദ്ദേഹം താൻ പിന്തുടർന്നു പോയ അവസ്ഥയെ സ്വയം വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു പോയപ്പോൾ ഖുറൈശികളായ നിഷേധികൾ വിളംബരപ്പെടുത്തി, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലെങ്കിൽ അബൂബക്കറിനെ ജീവനോടെയോ കൊല്ലപ്പെട്ട അവസ്ഥയിലോ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇത്രയധികം സമ്മാനം നൽകുന്നതായിരിക്കും. ഈ വിളംബരം തങ്ങളുടെ സന്ദേശവാഹകർ മുഖേന ഞങ്ങൾക്കും എത്തിച്ചു. സുറാഖ പറയുന്നു, അങ്ങനെ ഞാൻ എൻ്റെ ഗോത്രമായ ബനു മുദലിൽ ഇരിക്കുകയായിരുന്നു. ഖുറൈശികളിൽ ഒരാൾ വന്ന് എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ കടലോര വഴിയിലൂടെ കുറച്ച് ആളുകൾ പോകുന്നത് കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവും സുഹൃത്തുക്കളുമാണെന്ന് തോന്നുന്നു. സുറാഖ പറഞ്ഞു, ഞാൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കി, അവർ തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നി. തുടർന്ന് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് നേരത്തെയുള്ള ആ വിശദീകരണങ്ങൾ തന്നെ സുറാഖ പിന്തുടർന്നു വന്നത് സംബന്ധിച്ചും അയാൾക്കെതിരെയുണ്ടായ കാര്യങ്ങളും കുതിര വീണതുമെല്ലാം എഴുതുന്നുണ്ട്.
ഏതായിരുന്നാലും സുറാക്ക പറയുന്നു, ഞാൻ നേരിട്ട സംഭവങ്ങൾ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തിയുടെ നക്ഷത്രം ഏറ്റവും ഉന്നതിയിലാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വിജയിക്കുക തന്നെ എന്നെനിക്ക് ഉറപ്പായി. ഞാൻ രഞ്ജിപ്പിന് വേണ്ടി പറഞ്ഞു, താങ്കളുടെ സമൂഹം താങ്കളെ ജീവനോടെ അല്ലെങ്കിൽ കൊന്നുകൊണ്ടോ എത്തിക്കുകയാണെങ്കിൽ ഇത്രയധികം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ അങ്ങയെ സംബന്ധിച്ച് ഇന്ന രീതിയിലാണ് കരുതുന്നത്. ഞാനും ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ തിരിച്ചു പോവുകയാണ്. പിന്നെ മറ്റ് വിശദീകരണങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് വിവരിക്കുന്നത്. സുറാക്കയുടെ കയ്യിൽ വളകൾ അണിയുന്നതിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തെ വിശദീകരിച്ചുകൊണ്ട് മിത ബഷീർ അഹമ്മദ് സാഹിബ് ഇങ്ങനെ എഴുതുന്നു: സുറാക്ക തിരിച്ച് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സുറാക്കയുടെ വളകൾ നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? സുറാക്ക ആശ്ചര്യഭരിതനായി ചോദിച്ചു, സുറാക്ക ബിൻ ഹുർമസ് ഇറാനിലെ ചക്രവർത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അയാളുടെ കണ്ണ് തള്ളിപ്പോയി. അറേബ്യയിലെ ഗ്രാമീണവാസിയായ സുറാക്ക എവിടെ കിടക്കുന്നു? ഇറാനിലെ ചക്രവർത്തിയായ കിസ്രയുടെ വളകൾ എവിടെ കിടക്കുന്നു? എന്നാൽ നോക്കുക, ഹദ്റത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ ഇറാൻ വിജയിച്ചടക്കിയപ്പോൾ കിസ്രയുടെ ഖജനാവ് സാമ്രാജ്യത സ്വത്തുക്കളായി മുസ്ലിങ്ങളുടെ കൈവശം വന്നു. കിസ്രയുടെ വളകളും സാമ്രാജ്യത സ്വത്തുക്കളിൽ മദീനയിൽ എത്തിയിരുന്നു. ഹദ്റത്ത് ഉമർ സുറാക്കയെ വിളിച്ചു. മക്ക വിജയശേഷം ഇദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ സുറാക്കയെ വിളിച്ചു. മക്ക വിജയശേഷമാണ് ഇദ്ദേഹം മുസ്ലിം ആയത്. കിസ്രയുടെ വള അത് നിരവധി മുത്തുകളാൽ അലങ്കൃതമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ അണിയിപ്പിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, മക്കക്കാർ വിളംബരപ്പെടുത്തി ആരെങ്കിലും മുഹമ്മദിനെയോ അബൂബക്കറിനെയോ ജീവനോടെ അല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് 100 ഒട്ടകങ്ങളെ പാരിതോഷികമായി നൽകുന്നതാണ്. ഈ വിളംബരം ചുറ്റുമുള്ള ഗോത്രങ്ങൾക്കിടയിൽ പരന്നു. ഈ വമ്പിച്ച സമ്മാനത്തിൽ പ്രലോഭിതനായി ബദിവിത്തലവനായ സുറാക്ക ബിൻ മാലിക് രണ്ടുപേരെയും തേടി പുറപ്പെടുകയും ഒടുവിൽ മദീനയിലേക്കുള്ള വഴിയിൽ അവരെ കണ്ടെത്തുകയും ചെയ്തു. ആളുകൾ കയറിയ 2 ഒട്ടകങ്ങളെ അകലെ കണ്ടപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കറുമാണെന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു. തൻ്റെ കുതിരയ്ക്ക് കുതിമുള്ളടിച്ച് യാത്രാവേഗം കൂട്ടുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമുള്ള സംഭവങ്ങളെല്ലാം വിവരിച്ചു. അതായത് കുതിര വീഴുന്നതും പിന്നീട് ശകുനം നോക്കുന്നതുമെല്ലാം. പിന്നീട് പറയുന്നു, സുറാക്ക പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തസ്സിൽ സവാരി ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടരെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു. ഈ പിന്തുടർച്ചയുടെ സംഭവം വിവരിച്ചതിന് ശേഷം ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, സുറാക്ക തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഭാവിയെ പറ്റിയുള്ള ഒരറിയിപ്പടങ്ങിയ വെളിപാട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപ്പോൾ തന്നെ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാക്ക, ഇസ്രയുടെ സ്വർണ്ണവളകൾ താങ്കളുടെ മണിബന്ധങ്ങളിൽ അണിയുന്ന വേളയിൽ എന്തു തോന്നും? ആ പ്രവചനം കേട്ട് അന്താളിച്ച് ഞാൻ ചോദിച്ചു, ഏത് കിസ്ര? ഇറാൻ ചക്രവർത്തിയായ ഹുർമുസിന്റെ മകൻ കിസ്രയോ? 16-17 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം പ്രത്യക്ഷ നിറവേറി. സുറാക്ക ബിൻ മാലിക് ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും മദീനയിലേക്ക് യാത്രയാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. തുടർന്ന് അബൂബക്കറും പിന്നീട് ഉമറും ഇസ്ലാമിന്റെ ഖലീഫമാരായി. ഇസ്ലാമിന്റെ വർദ്ധമാനമായ സ്വാധീനം കാരണം അസൂലായിക്കളായി തീർന്ന ഇറാനികൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പ്രചോദിതരായി തീർന്നു. എന്നാൽ അവർ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് പകരം മുസ്ലിങ്ങളാൽ കീഴ്പ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത്. ഇറാന്റെ രാജധാനി മുസ്ലിങ്ങൾ പിടിച്ചടക്കി. രാജധാനിയിലെ മുഴുവൻ നിധികളും അവർക്ക് അധീനമായി. കിസ്ര ചക്രവർത്തി പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം അണിയാറുള്ള സ്വർണവളകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സുറാക്ക മുസ്ലിമായ ശേഷം താൻ തിരുനബിയെയും കൂട്ടുകാരെയും പിടിക്കാൻ ചെന്ന കഥയും താനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും തമ്മിൽ നടന്ന സംഭാഷണവും വളരെ അഭിമാനത്തോടെ കേൾപ്പിക്കുമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബോധന ചെയ്ത് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് അറിയാമായിരുന്നു. അതായത്, സുറാക്ക, ഇസ്രയുടെ വളകൾ നിന്റെ കയ്യിൽ അണിയിക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇറാനുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗനീമത്തുകൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ സ്വർണവളകൾ കാണുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാക്ക ബിൻ മാലിക്കിനോട് പറഞ്ഞ വാക്കുകൾ അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരികയും ചെയ്തു. അതായത്, നിസ്സഹായവും ദൗർബല്യവുമുള്ള കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന് തന്റെ നാട് ഉപേക്ഷിച്ച് മദീനയിൽ വരേണ്ടി വന്നു. സുറാക്കയും മറ്റുള്ളവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചുകൊണ്ടോ ജീവനോടെയോ മക്കക്കാർക്ക് മുന്നിൽ എത്തിക്കാനും അങ്ങനെ 100 ഒട്ടകങ്ങളുടെ അധിപനാകാനും ആഗ്രഹിച്ചതും ആ സമയത്ത് സുറാക്കയോട്, സുറാക്ക, നിന്റെ കൈകളിൽ കിസ്രയുടെ വളകൾ അണിയിക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള പ്രവചനം ചെയ്തതും ഓർത്തുപോയി. എത്ര വലിയ പ്രവചനം, എത്ര വ്യക്തമായ അദൃശ്യമായ കാര്യം! ഹദ്രത്ത് ഉമർ തന്റെ മുന്നിൽ കിസ്രയുടെ വളകൾ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ കുദ്റത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ മിന്നി മറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സുറാക്കയെ വിളിക്കൂ. സുറാക്കയെ വിളിപ്പിച്ചു. ഹദ്രത്ത് ഉമർ അദ്ദേഹത്തോട് കിസ്രയുടെ വളകൾ കയ്യിൽ അണിയാൻ കൽപ്പിച്ചു. സുറാക്ക പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, സ്വർണമണിയുന്നത് മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഹദ്രത്ത് ഉമർ പറഞ്ഞു, നിഷിദ്ധം തന്നെ, എന്നാൽ ഈ സന്ദർഭത്തിലല്ല. അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിങ്ങളുടെ കൈകളിൽ സ്വർണവളകൾ അണിഞ്ഞത് കാണിച്ചു കൊടുത്തിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഈ വളകൾ അണിയണം, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കുന്നതാണ്. സുറാക്കയുടെ അപേക്ഷ കേവലം ശരീഅത്ത് വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു. അദ്ദേഹവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം പൂർത്തിയാകുന്നത് കാണാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. സുറാക്ക ആ വളകൾ തന്റെ കൈകളിൽ അണിഞ്ഞു. മുസ്ലിങ്ങൾ ആ പ്രവചനം പൂർത്തിയായത് തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. തുടർന്ന് പറയുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു സംഘക്കാർ അവരെയും ഖുറൈശികൾ അയച്ചതായിരുന്നു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ചോദിച്ചു. പക്ഷേ സുറാക്ക ആ സംഘത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തില്ല. മറിച്ച് ഇങ്ങനെ പറഞ്ഞു, പിന്തുടർന്നവർ തിരിച്ചു വന്നിരിക്കുന്നു. ഈ ഹിജ്റത്ത് യാത്രയിൽ ഉമ്മേ മഅബദിന്റെ ഒരു സംഭവമുണ്ട്. അതേപ്പറ്റിയും പരാമർശം കാണുന്നു. ഹിജ്റയുടെ ഈ യാത്രാവേളയിൽ ഒരു തമ്പിനടുത്തു കൂടി പോകുമ്പോൾ പാഥേയം അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഘം അവിടെ നിന്നു. അത് ഉമ്മേ മഅബദിന്റെ താവളമായിരുന്നു. അവരുടെ പേര് അത്വിഖ ബിൻത് ഖാലിദ് എന്നായിരുന്നു. അവർ ഖസായയുടെ ശാഖയായ ബനു കാബിൽപ്പെട്ടവരാണ്. ഇവർ ഹബീബ് ബിൻ ഖാലിദിന്റെ സഹോദരിയായിരുന്നു. അദ്ദേഹത്തിന് സഹാബിയാകാനും നിവേദനങ്ങൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഉമ്മേ മഅബദിന്റെ ഭർത്താവിന്റെ പേര് അബു മഅബദ് എന്നാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നിവേദനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി. അബു മഅബദിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയില്ല. ഉമ്മ മഅബദ് താവളത്തിന്റെ ഖദീദ എന്ന ഭാഗത്തായിരുന്നു. ഖദീദ് അടുത്തുള്ളൊരു നാട്ടിൻപുറമാണ്. അത് റാബിക്കിൽ നിന്ന് ഏതാനും മൈൽ അകലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് പ്രസിദ്ധമായ മനാത്ത് വിഗ്രഹത്തെ നാട്ടിയിരുന്നത്. മക്കക്കാർ അതിനെ ആരാധിച്ചിരുന്നു. ഉമ്മ മഅബദ് ധീരയും ശക്തിയുമായ വനിതയായിരുന്നു. അവർ തന്റെ താവളത്തിന് മുന്നിൽ ഇരിക്കുമായിരുന്നു. അതിലൂടെ പോകുന്നവർക്ക് അന്നപാനീയങ്ങൾ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാക്കളും അവരോട് മാംസവും ഈന്തപ്പഴവും വിലയ്ക്ക് വാങ്ങാൻ ചോദിക്കുകയുണ്ടായി. എന്നാൽ അവരുടെ പക്കൽ അതിൽ ഒരു വസ്തുവുമില്ലായിരുന്നു. അക്കാലത്ത് ഉമ്മേ മഅബദിന്റെ ഗോത്രം ആശ്രിതരും പട്ടിണിയിലും ആയിരുന്നു. ഉമ്മേ മഅബദ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താവളത്തിന്റെ ഒരു മൂലയിൽ ഒരു ആടിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മേ മഅബദ്, ഈ ആട് എങ്ങനെയുള്ളതാണ്? അവർ പറഞ്ഞു, ഈ ആടിന് ദുർബലാവസ്ഥ, അതിനെ ആട്ടിൻ പറ്റത്ത് നിന്ന് അകറ്റിയിരിക്കുന്നു. അതായത് ആട്ടിൻ പറ്റത്തോടൊപ്പം മേയാൻ പോലും അതിന് ശക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിന് പാലുണ്ടോ?
അവർ പറഞ്ഞു, അത് ഏറെ ദുർബലയാണ്, അതിൽ നിന്ന് പാല് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ അതിൽ നിന്ന് പാല് കറക്കാൻ താങ്കൾ എനിക്ക് അനുമതി നൽകുമോ? അവർ പറഞ്ഞു, അതിൽ പാൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ കറന്നെടുത്തുകൊള്ളൂ, എനിക്ക് ആക്ഷേപമൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന്റെ അകിടുകൾ തടവി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു. ഉമ്മേ മാബദിന് അവരുടെ ആ ആടിനെ കൊണ്ട് അനുഗ്രഹമുണ്ടാകാൻ ദുആ ചെയ്തു. ആട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ സമാധാനത്തോടെ വന്നു നിന്നു. അത് നല്ലവണ്ണം പാൽ ചുരത്തി അയവിറക്കാനും തുടങ്ങി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം അവരിൽ നിന്ന് വാങ്ങി. അത് ഒരു സംഘത്തിന് മുഴുവനും ദാഹമകറ്റാൻ പര്യാപ്തമായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാൽ കറന്നു. എത്രത്തോളം എന്നാൽ അതിന്റെ പത പാത്രത്തിന്റെ മുകൾ വരെ എത്തി. തുടർന്ന് ഉമ്മ മാബദിന് കുടിക്കാൻ കൊടുത്തു. അവർക്ക് ദാഹം ശമിച്ചു. പിന്നെ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. അങ്ങനെ അവർക്കും ദാഹശമനം വരുത്തി. എല്ലാവർക്കും ശേഷം ഏറ്റവും ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. തുടർന്ന് പറഞ്ഞു, സമൂഹത്തിന് കുടിക്കാൻ കൊടുക്കുന്നവൻ ഏറ്റവും അവസാനമാണ് കുടിക്കേണ്ടത്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ പാത്രത്തിൽ പാൽ കറന്നു. വീണ്ടും അത് നിറഞ്ഞു. പിന്നെ അത് ഉമ്മ മാബദിനെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിന് വിലയ്ക്ക് വാങ്ങി. തുടർന്ന് യാത്ര ആരംഭിച്ചു. എഴുതുന്നു, ഒരു ഭാഗത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ സഹയാത്രികൻ ഹദ്രത്ത് അബൂബക്കറും ദൈവിക സഹായത്താൽ മലക്കുകളുടെ സംരക്ഷണയിൽ യാത്രയിലാണ്. മറുഭാഗത്ത് മക്കക്കാർ ഇപ്പോഴും പരാജയം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരുകയായിരുന്നു. അങ്ങനെ ഖുറൈശികളിൽ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്വേഷിച്ചുകൊണ്ട് ഉമ്മേ മാബദിന്റെ താവളം വരെ എത്തി. അവർ സവാരിയിൽ നിന്ന് ഇറങ്ങിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ചോദിക്കാൻ തുടങ്ങി. ഉമ്മേ മാബദ് കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. അവർ തങ്ങളുടെ ചോദ്യത്തിൽ അല്പം ഈർഷ്യം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ധീരയായ ആ വനിത പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് ദൂരപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോത്രക്കാരെ വിളിച്ചു കൂട്ടുന്നതാണ്. അവർക്ക് ആ മഹിളയുടെ സ്ഥാനമാനങ്ങളെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് ഉചിതമെന്ന് അവർ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരുമ്പോൾ വഴിയിൽ ഹദ്റത്ത് സുബൈറിനെ കണ്ടു. അദ്ദേഹം ഒരു മുസ്ലിം സംഘത്തോടൊപ്പം ഈജിപ്തിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഹദ്റത്ത് സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അബൂബക്കറിനും വെള്ളവസ്ത്രം അണിയിച്ചു. ഈ കൂടിക്കാഴ്ചയെ പറ്റി വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, വഴിയിൽ സുബൈർ ബിൻ അവാമുമായി കൂടിക്കാഴ്ചയുണ്ടായി. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ ഒരു ചെറിയ സംഘത്തോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. സുബൈർ ഒരു ജോഡി വെള്ള വസ്ത്രങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഒന്ന് ഹദ്റത്ത് അബൂബക്കറിനും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനും മക്കയിൽ നിന്ന് വേഗം മദീനയിലെത്തി അങ്ങയോടൊപ്പം കൂടുന്നതാണ്. ബുഖാരിയിലെ ഒരു നിവേദനമുണ്ട്, നിരവധി കച്ചവട സംഘങ്ങളിലുള്ള ആളുകൾ ഹദ്റത്ത് അബൂബക്കറിനെ കച്ചവട സംബന്ധമായ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ഇതേ വഴിയിൽ വെച്ച് നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവർ താങ്കളോടൊപ്പം ആരാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് വഴി കാണിക്കുന്ന ആളാണ്. ഹാദാ റജുലുൻ യഹ്ദീനി സബീൽ, ഇദ്ദേഹം എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. ജനങ്ങൾ ഗൈഡാണെന്ന് കരുതി. ഹദ്റത്ത് അബൂബക്കർ സന്മാർഗമാണ് ഉദ്ദേശിച്ചത്. ഇതേക്കുറിച്ച് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹദ്റത്ത് അബൂബക്കർ കച്ചവടക്കാരൻ ആയതുകൊണ്ട് ആ വഴിയിലൂടെ പോയി വന്നിരുന്നു. അതുകൊണ്ട് അധികം ആളുകളും അദ്ദേഹത്തെ അറിയുമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ഈ ആൾ ആരാണെന്ന് അവർ ചോദിച്ചിരുന്നു. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഹാദാ ഇഹ്ദിനി സബീൽ, ഇതെന്റെ വഴികാട്ടിയാണ്. അവർ ഗൈഡോ മറ്റോ ആണെന്ന് കരുതുകയുണ്ടായി. വഴികാട്ടാൻ വേണ്ടി ഹദ്റത്ത് അബൂബക്കർ കൂടെ കൂട്ടിയതായിരിക്കാം. എന്നാൽ ഹദ്റത്ത് അബൂബക്കറിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഉദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തുന്നതിനെ പറ്റി
എഴുതുന്നു, 8 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ദൈവിക സഹായത്തോടു കൂടി തിങ്കളാഴ്ച ദിവസം മദീനയുടെ വഴിയിൽ ഖുബ എന്ന സ്ഥലത്തെത്തി. ഹദീസിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയാണ് ജനിച്ചത്, തിങ്കളാഴ്ചയാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടത്, തിങ്കളാഴ്ചയാണ് മദീനയിലെത്തിയത്, തിങ്കളാഴ്ച തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതും. ഖുബ ഒരു കിണറിന്റെ പേരാണ്. അതോടനുബന്ധിച്ച് ആ നാടിന്റെ പേരും ഖുബ എന്ന് പ്രസിദ്ധമായി. അവിടെ അൻസാറിലെ ഗോത്രമായ ബനു അംർ ബിൻ ഔഫിന്റെ ആളുകൾ വസിച്ചിരുന്നു. ഈ പ്രദേശം മദീനയിൽ നിന്ന് 2 മൈൽ ദൂരെയാണ്. ചിലരുടെ അഭിപ്രായത്തിൽ ഖുബ മദീനയിൽ നിന്ന് 3 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ആലിയ ബിൻ ആലിയ എന്നും പറയുന്നു. മദീനയിലെ മുസ്ലിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞിരുന്നു. അവർ എല്ലാ ദിവസവും രാവിലെ ഹറ എന്ന സ്ഥലത്ത് തിരുനബിയെ പ്രതീക്ഷിച്ചു നിന്നിരുന്നു. മദീന 2 ഹറകൾക്കിടയിലാണ്. ഹറ പാറകൾ നിറഞ്ഞ പ്രദേശത്തിനാണ് പറയുക. മദീനയുടെ കിഴക്ക് ഹറ വാക്കിം ആകുന്നു. ഇതിനെ ഹറ ബനു ഖുറൈസ് എന്നും പറയുന്നു. രണ്ടാമത്തേതിന് ഹറത്തുൽ വബറ എന്നാണ് പറയുന്നത്. അത് മദീനയ്ക്ക് പടിഞ്ഞാറ് 3 മൈൽ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഉച്ചയ്ക്കുള്ള ചൂട് കാരണം അവർ തിരിച്ച് പോയിരുന്നു. രാവിലെ കാത്തു നിൽക്കുകയും ഉച്ചയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരുപാട് നേരം പ്രതീക്ഷാപൂർവം നിന്ന ശേഷമാണ് മദീനക്കാർ തിരിച്ചു പോയത്. അവർ പോയ ശേഷം ഒരു യഹൂദി തന്റെ വീടിന് മുകളിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി കയറിയപ്പോൾ അയാൾ ശുഭ്ര വസ്ത്രധാരികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ളവരെയും കാണുകയുണ്ടായി. അയാൾക്ക് മുന്നിൽ നിന്ന് മരീചിക മറയുകയായിരുന്നു. ആ യഹൂദിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അറബികളെ, ഇതാ നിങ്ങൾ കാത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ നേതാവ് ആഗതനായിരിക്കുന്നു. മുസ്ലിങ്ങൾ ആയുധങ്ങളുമായി ഹറ എന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു. അങ്ങനെ ബനു അംർ ബിൻ ഔഫിന്റെ പ്രദേശത്ത് അദ്ദേഹത്തോടൊപ്പം എത്തി. ഇത് തിങ്കളാഴ്ച ദിവസമായിരുന്നു, റബീഉൽ അവൽ മാസവും. ഹദരത്ത് അബൂബക്കർ ജനങ്ങൾക്ക് മുന്നിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. അൻസാറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതേവരെ കണ്ടിട്ടില്ലാത്തവർ വന്ന് ഹദരത്ത് അബൂബക്കറിന് സലാം പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ ഹദരത്ത് അബൂബക്കർ മുന്നോട്ട് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ തന്റെ പുതപ്പ് കൊണ്ട് തണൽ വിരിച്ചു. അപ്പോഴാണ് ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അംർ ബിൻ ഔഫിന്റെ പ്രദേശത്ത് 10ലധികം രാത്രികൾ, ബുഖാരിയുടെ ഒരു നിവേദനം അനുസരിച്ച് 14 രാത്രികൾ തങ്ങി. അവിടെ പള്ളിക്ക് അസ്ഥിവാരമിട്ടു. അതിനടുത്തറ തക്വയിൽ ആയിരുന്നു. അതിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്തു. ബുഖാരിയുടെ ഈ നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10ലധികം രാത്രികൾ ഖുബയിൽ താമസിച്ചു. മറ്റൊരു നിവേദന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അംർ ബിൻ ഔഫ്, അതായത് ഖുബയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം തങ്ങി. വെള്ളിയാഴ്ച മദീനയിലേക്ക് പുറപ്പെട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 22 രാത്രികൾ അവിടെ തങ്ങുകയുണ്ടായി. ഹദ്രത്ത് മുസ്ലിം മൗദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ വന്നതിനെ പറ്റി അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു, സുറാഖയുമായി പിരിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള പ്രയാണം നിർബാധം തുടർന്നു. മദീനയിലെ ജനങ്ങൾ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനം ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ മക്കയ്ക്ക് വേണ്ടി ഉദിച്ചു പൊങ്ങിയ ഒരു സൂര്യൻ ഇപ്പോൾ മദീനയ്ക്ക് മുകളിലാണ് തെളിഞ്ഞു പ്രകാശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അപ്രത്യക്ഷനായെന്ന് അറിഞ്ഞിരുന്നു. അതായത് മദീനക്കാർ ആ ദിവസം മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാത്തിരിക്കുകയാണ്. അവരിൽ ചില സംഘങ്ങൾ തിരുനബിയെ കാണാനായി മദീനയ്ക്ക് പുറത്ത് നാഴികകളോളം മുന്നോട്ട് നീങ്ങി. രാവിലെ പുറപ്പെട്ടവർ വൈകുന്നേരം നിരാശയോടെ മടങ്ങുകയായിരുന്നു പതിവ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് അടുത്തെത്തിയപ്പോൾ ആദ്യം അവിടെ അടുത്തുള്ള ഖുബ എന്ന ഗ്രാമത്തിൽ കുറച്ചു ദിവസം തങ്ങുവാൻ തീരുമാനിച്ചു. ഒരു യഹൂദി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങൾ വരുന്നത് കണ്ടിരുന്നു. അവ തിരുനബിയുടെ സംഘമാണെന്ന് അയാൾ മനസ്സിലാക്കി. ഒരു ഉയർന്ന സ്ഥലത്ത് കയറുന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു,
അല്ലയോ കൈല മക്കളെ, കൈല മദീനക്കാരുടെ ഒരു മുത്തശ്ശിയായിരുന്നു. അവിടെയുള്ളവരെ കൈലയുടെ മക്കൾ എന്നും വിളിച്ചിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി ഇതാ എത്തിയിരിക്കുന്നു. ഈ ശബ്ദം കേട്ടതും മദീനയിലെ ഓരോരുത്തരും കുബയിലേക്ക് ഓടി. കുബാ നിവാസികൾ തങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ വന്നെത്തിയതിലുള്ള സന്തോഷാതിരേകത്താലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമമായ ലാളിത്യം കുബയിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. മദീനക്കാരിൽ അധികവും മുൻപ് ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തിരുനബിയും സഹചരനും ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ മദീനക്കാരിൽ തിരുനബിയെ അറിയാത്ത ആളുകൾ അബൂബക്കറാണ് നബി എന്ന് തെറ്റിദ്ധരിച്ചു. ഹദരത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വയസ്സ് കുറഞ്ഞ ആളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ കൂടുതൽ നരച്ചതായിരുന്നു. മാത്രമല്ല താരതമ്യേന നല്ല വസ്ത്രം ധരിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കക്കാർ അദ്ദേഹത്തിനടുത്തേക്ക് തിരിയുകയും ചെയ്തു. അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുകയുമുണ്ടായി. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് കണ്ടപ്പോൾ ഹദരത്ത് അബൂബക്കർ ഉടനെ ഒരു പുതപ്പ് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വിടർത്തി സൂര്യന് അഭിമുഖമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് വെയിൽ കൊള്ളുകയാണ്, ഞാൻ അങ്ങേക്ക് തണൽ ഉണ്ടാക്കട്ടെ. ഈ യുക്തിപൂർണമായ നീക്കത്തിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്തു. ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ബുഖാരിയുടെ ഒരു ഉദ്ധരണി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ബുഖാരിയിൽ ദറാ ബിൻ ആസിബിന്റെ നിവേദനമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് അവർക്ക് ഉണ്ടായത്ര സന്തോഷം മറ്റൊരിക്കലും ഞാൻ അവരിൽ കണ്ടിട്ടില്ല. തിർമിദിയിലും ഇബ്നു മാജയിലും അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മദീന തങ്ങൾക്ക് വേണ്ടി പ്രകാശിതമായെന്നും അവർ കരുതി. വഫാത്തായപ്പോൾ ആ ദിവസത്തേക്കാൾ കൂടുതൽ ഇരുണ്ടതായി മദീന പട്ടണം ഒരിക്കലും കാണപ്പെട്ടിട്ടുമില്ല. വരവേൽക്കുന്നവരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ചിന്തയിൽ നിമഗ്നനായി. ഇതേക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശം കാണുന്നില്ല. നേരെ പട്ടണത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല, മറിച്ച് വലതുഭാഗത്തേക്ക് മാറി മദീനയിലെ ഉയർന്ന ജനനിവാസ കേന്ദ്രത്തിലേക്ക്. അത് പട്ടണത്തിൽ നിന്ന് 2.5 മൈൽ ദൂരെയാണ്. അതിന്റെ പേര് കുബ എന്നാകുന്നു. അവിടേക്ക് പോയി. ഇവിടെ അൻസാറിലെ ചില കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അതിലേറ്റവും പ്രമുഖമായത് അമർ ബിൻ ഔഫിന്റെ കുടുംബമായിരുന്നു. ആ കാലത്ത് ഈ കുടുംബത്തിന്റെ തലവൻ കുൽസും ബിൻ ഹദം ആയിരുന്നു. കുബയിലെ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചാനയിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൽസും ബിൻ ഹദമിന്റെ വീട്ടിൽ തങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു മുമ്പേ മദീനയിൽ എത്തിയ മുഹാജിറുകളിൽ കുറെ ആളുകൾ ആ സമയം വരെയും കുബയിൽ കുൽസും ബിൻ ഹദമിന്റെയും മറ്റ് ഉന്നതരായ അൻസാറുകളുടെയും അടുത്താണ് താമസിച്ചിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം കുബയിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ മദീനയിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ വാർത്ത പരന്നു. എല്ലാ മുസ്ലിങ്ങളും സന്തോഷാതിരേകത്താൽ കൂട്ടം കൂട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നതിനടുത്തേക്ക് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. മസ്ജിദ് കുബയുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിൽ താമസിക്കുമ്പോൾ ഒരു മസ്ജിദിന് ആരംഭം കുറിച്ചു. അത് മസ്ജിദ് കുബ എന്നറിയപ്പെടുന്നു. സഹീ ബുഖാരിയിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അംർ ബിനു ഔസിന്റെ പ്രദേശത്ത് 10 രാത്രികൾ കഴിച്ചുകൂട്ടി. അവിടെ ഈ മസ്ജിദിന് അടിത്തറയിട്ടു. തഖ്വയിലാണ് അതിന് അടിത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നമസ്കരിക്കുകയും ചെയ്തു. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അംർ ബിനു ഔഫിന് വേണ്ടി മസ്ജിദ് ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന് അടിത്തറയിട്ടപ്പോൾ ഏറ്റവും ആദ്യം കിബ്രിയുടെ ഭാഗത്ത് ഒരു കല്ല് വെച്ചു. പിന്നെ ഹദരത്ത് അബൂബക്കർ ഒരു കല്ല് വെച്ചു. തുടർന്ന് ഹദരത്ത് ഉമർ ഒരു കല്ല് കൊണ്ടുവന്നു. ഹദരത്ത് അബൂബക്കറിന്റെ കല്ലിനടുത്ത് വെക്കുകയുണ്ടായി. തുടർന്ന് എല്ലാ ആളുകളും പള്ളി നിർമ്മാണത്തിൽ വ്യാപൃതരായി. മസ്ജിദ് കുബയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് തന്റെ ഉദരത്തിനടുത്ത് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. അത് വളരെ ഭാരമുള്ള കല്ലായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ല് വെച്ചു. ഒരാൾ വന്ന് അത് പൊന്തിക്കാൻ ആഗ്രഹിച്ചു.
പക്ഷെ അയാൾക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ആ കല്ല് ഒഴിവാക്കി വേറെ കല്ല് എടുത്തുകൊണ്ടുവരൂ. മസ്ജിദ് കുബയെ സംബന്ധിച്ച് പറയുന്നു, ഈ മസ്ജിദിന്റെ അടിത്തറ തഖ്വയിൽ അധിഷ്ഠിതമായിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ ചില നിവേദനങ്ങളിൽ മസ്ജിദ് നബിയുടെ അടിത്തറ തഖ്വയിൽ അധിഷ്ഠിതമാണെന്ന് വന്നിട്ടുണ്ട്. സീറത്ത് ഹൽബിയിൽ പറയുന്നു, ഈ രണ്ട് നിവേദനങ്ങളും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. രണ്ട് മസ്ജിദുകളുടെയും അടിത്തറ തഖ്വയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇബ്നു അബ്ബാസിന്റെ വാക്കുകളും ഉണ്ട്. ഈ നിവേദനമനുസരിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണം ഇതാണ്: മദീനയിലുള്ള എല്ലാ മസ്ജിദുകളും, അതിൽ കുബയിലെ മസ്ജിദും ഉൾപ്പെടുന്നു, ഇവയുടെ അടിത്തറ തഖ്വയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ആയത്ത് അവതരിച്ചിട്ടുള്ളത് കുബയിലെ മസ്ജിദിനെ പറ്റി തന്നെയാണ്. 10-14 ദിവസങ്ങൾ താമസിച്ചതിന് ശേഷം ജുമാ ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ബനു സാലിം ബിൻ ഔഫിന്റെ പ്രദേശത്ത് എത്തിയപ്പോൾ ജുമാന്റെ സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ ഒപ്പം റാനൂന താഴ്വരയിലെ മസ്ജിദിൽ ജുമാ നമസ്കരിപ്പിച്ചു. അവരുടെ എണ്ണം 100 ആയിരുന്നു. റാനൂന താഴ്വര മദീനയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിൽ ജുമാ നമസ്കാരം അനുഷ്ഠിച്ചതു മുതൽ ഈ മസ്ജിദ് മസ്ജിദുൽ ജുമാ എന്നറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അനുഷ്ഠിച്ച ആദ്യത്തെ ജുമാ നമസ്കാരം ഇതായിരുന്നു. ഒരുപക്ഷെ മസ്ജിദ് അവിടെ പിന്നീട് ആയിരിക്കാം ഉണ്ടാക്കിയത്. ജുമാ നമസ്കരിച്ചതിന് ശേഷമായിരിക്കാം ഈ പേര് വെച്ചതും. തുടർന്ന് പറയുന്നു, ജുമാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകപ്പുറത്തേറി മദീനയിലേക്ക് തിരിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനെ തന്റെ പിന്നിൽ ഇരുത്തിയിരുന്നു. സമ്മാനത്തോടുള്ള അത്യാഗ്രഹത്തിൽ നിരവധി പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരാൻ ശ്രമിച്ചിരുന്നു. ചരിത്ര പുസ്തകത്തിൽ ഒരു സംഭവം ഇങ്ങനെ വരുന്നു. ബുറൈദ് ബിൻ ഹുസൈബ് നിവേദനം ചെയ്യുന്നു, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വെച്ച് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനോടെയോ കൊല്ലപ്പെട്ട നിലയിലോ കൊണ്ടുവരുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ്. എന്നെയും അത്യാഗ്രഹം പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ബനു സഹമിലെ 70 ആളുകളോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ബുറൈദ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ, കാര്യങ്ങൾ തണുത്തിരിക്കുന്നു, അതായത് ശരിയായിരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ്? ഞാൻ പറഞ്ഞു, അസ്ലം ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമാധാനത്തിൽ ആയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടെ മക്കളിൽപ്പെട്ടവരാണ്? ഞാൻ പറഞ്ഞു, ബനു സഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, നിങ്ങളുടെ സഹം, അതായത് സൗഭാഗ്യം വെളിപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ബുറൈദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല, അള്ളാഹുവിന്റെ റസൂലാകുന്നു. അപ്പോൾ ബുറൈദ പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് അവന്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് ബുറൈദയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഇസ്ലാം സ്വീകരിച്ചു. ബുറൈദ പറയുന്നു, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇബ്നു സഹം ഹൃദയാത്മന സന്തോഷപൂർവ്വം യാതൊരു ബലാത്കാരവുമില്ലാതെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. രാവിലെ ആയപ്പോൾ ബുറൈദ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മദീനയിൽ അങ്ങ് ഒരു കൊടിയുമായി പ്രവേശിക്കണം. തുടർന്ന് അദ്ദേഹം തന്നെ തലപ്പാവഴിക്കുകയും അത് തന്റെ ശൂലത്തിൽ കെട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അതുമായി നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ മദീനയിൽ പ്രവേശിച്ചത്. സഹീ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നത് സംബന്ധിച്ച് അനസ് ബിൻ മാലിക്കിന്റെ നിവേദനം ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് മദീനയിലെ മുകൾ ഭാഗത്ത് ബനു അംർ ബിൻ ഔഫിന്റെ ഗോത്രത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 രാത്രികൾ അവിടെ തങ്ങി. പിന്നെ ബനു നജാറിനോട് വാളുകളും എടുത്തു വരാൻ കൽപ്പിച്ചു. ഈ സംഭവം ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സവാരിയിൽ ഇരിക്കുന്നതായും ഹദ്റത്ത് അബൂബക്കർ തിരുനബിയുടെ പിന്നിൽ ഇരിക്കുന്നതും ബനു നജാറിലെ സംഘം തിരുനബിക്ക് ചുറ്റുമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂ അയ്യൂബിന്റെ മുറ്റത്ത് തമ്പടിച്ചതും ഞാൻ ഓർക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മീർസാ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, കുബയിൽ 10 ദിവസത്തിലധികം താമസിച്ച ശേഷം
ജുമാ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഉൾപ്രദേശത്തേക്ക് പുറപ്പെട്ടു. അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഒരു വലിയ സംഘം തിരുനബിയോടൊപ്പം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ പിന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സംഘം മന്ദം മന്ദം മദീനയിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. വഴിയിൽ ജുമാ നമസ്കാരത്തിന് സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സാലിം ബിൻ ഔഫിന്റെ പ്രദേശത്ത് തങ്ങുകയും സഹാബാക്കൾക്കൊപ്പം ഖുത്ബയും ജുമയും നിർവഹിക്കുകയും ചെയ്തു. ചരിത്രകാരന്മാർ എഴുതുന്നു, ഇതിനു മുമ്പേ തന്നെ ജുമ ആരംഭിച്ചിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം നിർവഹിച്ച ആദ്യത്തെ ജുമ ഇതായിരുന്നു. അതിനുശേഷം ജുമാ നമസ്കാരത്തിന്റെ രീതി കൃത്യമായി നിലവിൽ വന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നതും മസ്ജിദ് പിന്നീടാണ് ഉണ്ടാക്കിയത് എന്നാണ്. ജുമായിൽ നിന്ന് വിരമിച്ച ശേഷം തിരുനബിയുടെ സംഘം മെല്ലെ മെല്ലെ യാത്ര തുടർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് മുന്നിലൂടെ നീങ്ങുമ്പോൾ അവർ സന്തോഷാദിയിലേക്കെത്താൻ ഇങ്ങനെ പറഞ്ഞിരുന്നു: യാ റസൂലല്ലാഹ്, ഇതാ ഞങ്ങളുടെ വീടും സമ്പത്തും അങ്ങേക്ക് മുന്നിൽ ഹാജരാണ്. അങ്ങയെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ഞങ്ങൾക്ക് പക്കലുണ്ട്. അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നന്മയ്ക്ക് ദുആകൾ ചെയ്യുകയും മെല്ലെ മെല്ലെ പട്ടണത്തിനുള്ളിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും സന്തോഷഭരിതരായി വീടുകളുടെ മൊട്ടുപ്പാവിൽ കയറി ഇങ്ങനെ ഗാനം ആലപിച്ചു: തലൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വിദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹിദായി. അതായത് 14 രാവിലെ ചന്ദ്രൻ നമുക്ക് മേൽ അൽവിദാ താഴ്വരയിലൂടെ ഉദിച്ചുയർന്നിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നാം എപ്പോഴും ബാധ്യസ്ഥരാണ്. മുസ്ലിം കുട്ടികൾ മദീനയുടെ തെരുവോരങ്ങളിൽ അള്ളാഹുവിൻ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നു എന്ന് പാടി നടക്കുന്നുണ്ടായിരുന്നു. മദീനയിലെ ഒരു നീഗ്രോ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൽ സന്തോഷപൂർവ്വം വാൾപ്പയറ്റ് നടത്തി മുന്നേറുന്നുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഗരത്തിന് അടുത്ത് പ്രവേശിച്ചപ്പോൾ ഓരോ വ്യക്തിയും ആഗ്രഹിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ തങ്ങണമെന്നും കൂടുതൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സേവനം ചെയ്യാൻ കഴിയണമെന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹപൂർവ്വം സംസാരിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം ബനു നജാർ പ്രദേശത്തെത്തി. ഈ സ്ഥലത്ത് ബനു നജാറിലെ ആളുകൾ ആയുധധാരികളായി അണിയണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഗോത്രത്തിലെ പെൺകുട്ടികൾ ദഫുകൾ പൊട്ടി ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു: നഹ്നു ജവാരിൻ മിൻ ബനി നജാർ യാ ഹബ്ബദ മുഹമ്മദ് മിൻ ജാർ. അതായത്, ഞങ്ങൾ ബനു നജാറിലെ പെൺകുട്ടികൾ ആകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രദേശത്ത് താമസിക്കാൻ വന്നിരിക്കുന്നു. ഇതിൽ പരം ഞങ്ങൾക്ക് എന്ത് സൗഭാഗ്യമാണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഹദ്റത്ത് അബൂബക്കറിനെയും കുടുംബങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു: കുറച്ചു കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ സ്വതന്ത്രനാക്കിയ അടിമ, അതായത് മദീനയിൽ വന്ന് കുറച്ചു കാലത്തിന് ശേഷം സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തെ കൊണ്ടുവരാൻ മക്കയിലേക്ക് അയച്ചു. മക്കക്കാർ പെട്ടെന്നുള്ള ഹിജ്റത്ത് കാരണം തികച്ചും അമ്പരന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ആക്രമണങ്ങളുടെ പരമ്പര നിലച്ചിരുന്നു. ഈ അസ്വസ്ഥത കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഹദ്റത്ത് അബൂബക്കറിന്റെയും കുടുംബങ്ങൾ മക്ക വിടുന്നതിൽ പ്രയാസമുണ്ടാക്കിയില്ല. അവർ സസുഖം മദീനയിൽ എത്തിച്ചേർന്നു. ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വാങ്ങിയ ഭൂമിയിൽ ഏറ്റവും ആദ്യം മസ്ജിദിന് തറക്കല്ലിടുകയാണ് ചെയ്തത്. തുടർന്ന് തനിക്കും തന്റെ സഹചരർക്കും വേണ്ടി വീടുകളുണ്ടാക്കി. മദീന ഹിജ്റത്തിന് ശേഷം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് സ്വൻആയിൽ ഹദ്റത്ത് ഖുബൈബ് ബിൻ ആസാഫിന്റെ അടുത്താണ് തങ്ങിയത്. സൻആ മദീനയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സ്ഥലമാണ്. അത് മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം 2 മൈൽ ദൂരത്താണുള്ളത്. ഹദ്റത്ത് ഖുബൈബ് ബനു ഹാരിസ് ബിൻ ഖദ്റജിൽപ്പെട്ട ആളാകുന്നു. ഒരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് അബൂബക്കർ താമസിച്ചത് ഹദ്റത്ത് ഖാരിജ് ബിൻ സെയ്ദിന്റെ അടുക്കലായിരുന്നു. ചില നിവേദനങ്ങളിൽ ഹദ്റത്ത് അബൂബക്കർ സൻആയിൽ തന്നെ വീടുണ്ടാക്കുകയും വസ്ത്രമുണ്ടാക്കാനുള്ള പണിശാല ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് കച്ചവടം ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്.
ഇനി ഞാൻ ചില മർഹൂമികളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ അനുസ്മരണം അസീർ രാഹമോല അഥവാ ദൈവവഴിയിൽ തണങ്കലിൽ കഴിഞ്ഞ ചൗധരി അസ്ഗർ അലി കലാർ സാഹിബിനെ കുറിച്ചാണ്. ഇദ്ദേഹം മുഹമ്മദ് ഷരീഫ് സാഹിബ് കലാർ ബഹാൽപൂരിന്റെ മകനായിരുന്നു. ജയിൽ ബന്ധിതനായിരിക്കെ തന്നെ ജനുവരി 10-ാം തീയതി അസുഖബാധിതനാവുകയും ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് ഇദ്ദേഹം ഷഹീദുകളിൽ ഉൾപ്പെടുന്നു. വിശദീകരണ പ്രകാരം 2021 സെപ്റ്റംബർ 24-ന് ബഗ്ദാദുൽ ജദീദ് പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരിൽ C-295 വകുപ്പ് പ്രകാരം പ്രവാചക നിന്ന കേസ് ചുമത്തി. നൗസുബില്ല. അഹമ്മദികൾക്കെതിരിൽ പ്രവാചക നിന്നയുടെ കേസ് ഒരു മടിയും കൂടാതെ ചുമത്തപ്പെടുന്നു. ഇദ്ദേഹത്തെ സെപ്റ്റംബർ 26-ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം മർഹൂം ബഹാവൽപൂർ ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് രക്തം ഛർദ്ദിക്കുകയും അസുഖ ബാധിതനാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ 2022 ജനുവരി 4-ന് ബഹാവൽപൂരിലെ ഒരു ആസ്പത്രിയിലേക്ക് മാറ്റുകയും അവിടെ ചികിത്സ തുടരുകയും ചെയ്തു. ബന്ധനസ്ഥരായിരിക്കെ തന്നെ ജനുവരി 10-ന് ആശുപത്രിയിൽ വെച്ച് ഫജർ നമസ്കാരത്തിനു മുമ്പ് വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു പ്രായം. മർഹൂമിന്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലായിരുന്നു. ജനുവരി 8-ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസവുമായിരുന്നു. എന്നാൽ അന്നേ ദിവസം പോലീസ് രേഖകളുമായി ഹാജരാകാത്തതിനാൽ ജഡ്ജി 11-ാം തീയതിക്ക് വാദം കേൾക്കാൻ മാറ്റിവെച്ചു. എന്നാൽ ഇതിന്റെ വിധി വരും മുമ്പേ തന്നെ മർഹൂം യഥാർത്ഥ ഉടമസ്ഥന്റെ സന്നിധിയിലേക്ക് ഹാജരായി. മർഹൂം 3 മാസവും 15 ദിവസവും അസീറെ റാഹമൗല ആയിരുന്നു. 1971 മെട്രിക് പാസ്സായതിനു ശേഷം ചെറുപ്രായത്തിൽ തന്നെ സ്വയം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയായിരുന്നു. ബയ്യത്തിന് ശേഷം എതിർപ്പുകൾ ഉണ്ടായിട്ടും സ്ഥൈര്യത്തോടെ നിലകൊണ്ടു. FC കോളേജിൽ നിന്ന് അദ്ദേഹം MSc മാത്സ് പാസ്സായി. അഹമ്മദിയത്ത് സ്വീകരിച്ച കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തലാക്കുകയും അഹമ്മദിയത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രം വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ എന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാലും അദ്ദേഹം സ്ഥൈര്യത്തോടെ നിലകൊള്ളുകയും കുട്ടികൾക്ക് ട്യൂഷനും മറ്റുമെടുത്ത് തന്റെ വിദ്യാഭ്യാസത്തിനുള്ള തുക കണ്ടെത്തുകയും ചെയ്തു. മർഹൂമിന്റെ പിതാവ് ഇദ്ദേഹത്തിന് സ്ഥൈര്യവും തക്കവയും കണ്ട് അതിൽ പ്രഭാവിതനാവുകയും എതിർപ്പ് അവസാനിപ്പിക്കുകയുമുണ്ടായി. തന്റെ മരണശേഷം അഹമ്മദിയായ മകൻ അനാമതിയായ തന്റെ സ്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന ഭയത്താൽ താൻ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന് സ്വത്തിൽ നിന്ന് മകനുള്ള ഭാഗം വീതിച്ചു നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു നന്മ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മർഹൂം 8-ൽ ഒരു ഭാഗം വസീയത്ത് ചെയ്ത മൂസിയായിരുന്നു. സാമ്പത്തിക പദ്ധതികളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്ന വ്യക്തിയുമായിരുന്നു. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ വിളംബരത്തോടൊപ്പം തന്നെ 100% ചന്തകൾ നൽകുന്ന വ്യക്തിയായിരുന്നു. അഹമ്മദിയ ഖിലാഫത്തിനോട് ഉന്മാദമായ സ്നേഹമായിരുന്നു. വഖഫ് ചെയ്തവരോടും കേന്ദ്ര പ്രതിനിധികളായ അതിഥികളോടും വളരെയധികം ആദരമായിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിൽ പ്രത്യേകമായും ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ പര്യടനത്തിനായി അദ്ദേഹം സ്വന്തം വാഹനം എപ്പോഴും വിട്ടു നൽകുമായിരുന്നു. തബ്ലീഗിൽ വലിയ ആവേശമായിരുന്നു. ധൈര്യശാലിയായ ദായികളുമായിരുന്നു. അള്ളാഹു നിരവധി സുഹൃതവാന്മാർക്ക് ഇദ്ദേഹം മുഖേന അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. നോമ്പും നമസ്കാരവും കൂടാതെ തഹജ്ജുദ് നമസ്കാരവും കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ദരിദ്രരെ സഹായിക്കുന്ന സൃഷ്ടി സേവനത്തിലും സമൂഹത്തിന് ഗുണകരമായ ഒരു വ്യക്തിത്വമായിരുന്നു. കുടുംബത്തിലെ ഓരോ വ്യക്തിയും എതിർത്തിട്ട് പോലും അദ്ദേഹം സാമ്പത്തിക കാര്യത്തിലും മനുഷ്യ സേവനത്തിലും മുന്നിട്ട് നിൽക്കാൻ തൗഫീഖ് ലഭിക്കുകയുണ്ടായി. മർഹൂമിന് ഷഹാദത്ത് ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് അല്ലാഹു ഇത്തരത്തിൽ പൂർത്തീകരിച്ചു. ഇദ്ദേഹത്തിന്റെ പത്നി പറയുന്നു, ജയിലിൽ കാണാൻ പോയപ്പോൾ തനിക്ക് 3 തവണ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സലാമിന്റെ സന്ദേശം ലഭിച്ചതായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്വപ്നത്തിൽ തന്റെ ജനാസ ജയിലിൽ നിന്നും പുറപ്പെടുന്നതായും അദ്ദേഹം കണ്ടു. അദ്ദേഹം നാസിം അൻസാറുള്ള, സയീം ആല, ബഹാവൽപൂർ സെക്രട്ടറി ദഅവത്തുള്ള, സെക്രട്ടറി വഖഫ് ജദീദ്, സെക്രട്ടറി ഇസ്ലാഹ് ഇർഷാദ് ജില്ല എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം ജില്ലാ ഖാദിയുമായിരുന്നു.
മർഹൂമിന്റെ സംതൃപ്ത കുടുംബങ്ങളിൽ അദ്ദേഹത്തിന്റെ പത്നിയെ കൂടാതെ 2 ആൺമക്കളും ഒരു മകളും ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആൺകുട്ടികൾ രാജ്യത്തിന് പുറത്താണ്. മകൾ കനഡയിലുമാണ്. അള്ളാഹു അസ്ഗർ അലി കലാർ സാഹിബിനോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. സംതൃപ്ത കുടുംബാംഗങ്ങൾക്ക് സഹനശക്തി നൽകുകയും അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ജയിലിൽ മന്ദസ്സരായി കഴിയുന്ന മറ്റുള്ളവരുടെ മോചനത്തിനുള്ള വഴി അള്ളാഹു തുറന്നു നൽകാനും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ അനുസ്മരണം മിർസ മുംതാസ് അഹമ്മദ് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം റബോയിലെ വക്കാലത്ത് ഉലിയ ഓഫീസിലെ സ്റ്റാഫായിരുന്നു. 85-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എത്തിയത് ഇദ്ദേഹത്തിന്റെ പിതാവ് ക്യാപ്റ്റൻ ഷേർ മുഹമ്മദ് സാഹിബ് മുഖേനയാണ്. അദ്ദേഹം 1923-ലാണ് ബൈഅത്ത് ചെയ്തത്. മിർസ മുംതാസ് സാഹിബ് 1964 ഏപ്രിലിൽ തഹരീഖ് ജദീദ് അമാനത്ത് ഓഫീസിൽ ക്ലർക്കായി തന്റെ സേവനം ആരംഭിച്ചു. അവസാന ശ്വാസം വരെയും 58 വർഷത്തോളം അദ്ദേഹത്തിന് ഇതേ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ വിവാഹം ചൗധരി മുസഫറുദ്ദീൻ ബംഗാളിയുടെ മകളായ മാജിദ ബേഗവുമായിട്ടാണ് നടന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന് അവരിൽ 2 ആൺകുട്ടികളെയും ഒരു മകളെയും നൽകി അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിന്റെ മകളുടെ മകനായ ഖാലിദ് മൻസൂർ സാഹിബ് എഴുതുന്നു, ഞങ്ങളുടെ മാതാമഹൻ ഞങ്ങളെ എപ്പോഴും ജമാഅത്തിന്റെ സേവനവുമായി ബന്ധപ്പെട്ട് നിർത്തിയിരുന്നു. ജമാഅത്തായി നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. പറയുന്നു, എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ മാതാമഹൻ പിതാവിൻ്റെ കുറവ് അനുഭവപ്പെടാൻ ഇട നൽകിയിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു അദ്ദേഹം. എപ്പോഴും അദ്ദേഹത്തെ ജമാഅത്തി സേവനത്തിൽ വ്യാപൃതനായി കാണപ്പെട്ടു. മാതൃകായോഗ്യനായ സുഹൃത്തും പിതാവും ജമാഅത്തിന് സേവകനുമായിരുന്നു. എല്ലാവരോടും സ്നേഹവാത്സല്യത്തോടെ പെരുമാറുമായിരുന്നു. സമയനിഷ്ഠ പുലർത്തിയിരുന്നു. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സയ്യിദ് നാസിർ സാഹിബ്. അദ്ദേഹം പറയുന്നു, നീണ്ടകാലം എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. വളരെ വൃത്തിയായി ജോലി ചെയ്യുമായിരുന്നു. തൻ്റെ ജോലി തീർത്തതിന് ശേഷം തൻ്റെ സഹപ്രവർത്തകരുടെ ജോലികളിലും സഹായിക്കുമായിരുന്നു. ലുക്മാൻ സാക്കിബ് സാഹിബ് മുറബി സിൽസില എഴുതുന്നു, ആരോഗ്യനില മോശമായ അവസ്ഥയിലും അദ്ദേഹം തനിക്കുമേൽ അർപ്പിതമായ ജോലികൾ ചുറുചുറുക്കോടെ ചെയ്യുമായിരുന്നു. അവസാന സമയം വരെയും ഓർമ്മശക്തി വളരെ അത്ഭുതപരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ചോദിക്കുകയാണെങ്കിലും അത് ഇന്ന ഫയലിൽ ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് പറയുമായിരുന്നു. സഭ്യമായ തമാശകൾ ഇഷ്ടപ്പെടുകയും അത് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അനാവശ്യ സംസാരങ്ങളും വൃഥാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. തൻ്റെ ജോലികൾ തീർത്തതിന് ശേഷം ലഭിച്ചിരുന്ന സമയം ഓഫീസിൽ തന്നെ ഇരുന്ന് ഏതെങ്കിലും പഴയ ഫയൽ എടുത്ത് നോക്കുമായിരുന്നു. ഡോക്ടർ സുൽത്താൻ മുബഷിർ സാഹിബ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം വളരെ വിനയനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ വരുമ്പോൾ ഒരു സീനിയർ സ്റ്റാഫായിട്ടും ധൃതി കാണിക്കാതെ തൻ്റെ അവസരം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. നന്ദി പ്രകടിപ്പിക്കുക എന്ന ഗുണം അദ്ദേഹത്തിൽ പ്രത്യേകമായും ഉണ്ടായിരുന്നു. ക്ഷമാശീലവും സഹിഷ്ണുതയും അദ്ദേഹത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. നീണ്ടകാല രോഗം കാരണം ബുദ്ധിമുട്ട് അധികമായിട്ട് പോലും അദ്ദേഹം ഒരിക്കലും അസഹിഷ്ണുതയോ അക്ഷമയോ പ്രകടിപ്പിച്ചില്ല. ഓഫീസിലെ ചില സുഹൃത്തുക്കളല്ലാതെ അദ്ദേഹത്തിന് അധികം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ല. വളരെ നിശബ്ദ പ്രകൃതക്കാരനായ അദ്ദേഹത്തിന്റെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രം ഉള്ളതായിട്ടാണ് ഞാനും കണ്ടിട്ടുള്ളത്. വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. വളരെ കഠിനാധ്വാനത്തോടെ ജോലി ചെയ്തിരുന്നു. കഠിനാധ്വാനത്തോടൊപ്പം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹു മഗ്ഫിറത്തും കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഫസലെ ഉമർ ആശുപത്രിയുടെ മുൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഡോക്ടർ അബ്ദുൽ ഖാലിഖ് സാഹിബിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം 97-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു.
അദ്ദേഹത്തിന്റെ പിതാവ് മിയാ മുഹമ്മദ് ആലം സാഹിബ് 1919 ബയ്യത്ത് ചെയ്തപ്പോഴാണ് ഇവരുടെ കുടുംബം അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ അബ്ദുൽ ഖാലിഖ് സാഹിബ് 1938 ബയ്യത്ത് ചെയ്യുന്നത്. തന്റെ ബയ്യത്തിന് സംഭവം ഇപ്രകാരം വിവരിക്കുന്നു: ഞങ്ങളുടെ പിതാവ് അൽഫദിൽ വരുത്താറുണ്ടായിരുന്നു. അത് വായിച്ച് അഹമ്മദിയത്തിലേക്ക് ആകർഷണമാവുകയും ഞങ്ങൾ 3 സഹോദരി സഹോദരന്മാർ 1938 ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. മാതാവ് നോമ്പ് നമസ്കാരാദികൾ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ഞങ്ങൾ ബയ്യത്ത് ചെയ്തതിനെ കുറിച്ച് അറിഞ്ഞ് അവരും ബയ്യത്ത് ചെയ്തു. പറയുന്നു, 1939 ജൂബിലി ജലസയിൽ ഞാൻ ആദ്യമായി കാദിയാനിൽ പോയി. അതിനുശേഷം പലതവണ ജലസയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ 1987 വഫാത്തായി. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു മകനായ ഡോക്ടർ അബ്ദുൽ ബാരി ഇസ്ലാമാബാദിലെ അമീറാണ്. 1974 ബൂട്ടോ അഹമ്മദികൾ അമുസ്ലിങ്ങളാണെന്ന കിരാത നിയമം പാസാക്കിയപ്പോൾ അദ്ദേഹം സർക്കാർ ജോലി രാജിവെക്കുകയും നുസ്രത് ജഹാൻ പദ്ധതിയുടെ കീഴിൽ തന്റെ സേവനം സമർപ്പിക്കുകയും ചെയ്തു. കേന്ദ്രം അദ്ദേഹത്തെ 1977 സിറാലിയോണിലേക്ക് അയക്കുകയും അവിടെ അദ്ദേഹത്തിന് 3 വർഷം മനുഷ്യകുലത്തെ സേവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്തു. 1992 PIA താഷ്കെൻഡിലേക്കും എയർ സർവീസ് തുടങ്ങിയപ്പോൾ ഡോക്ടർ സാഹിബ് ഈ അവസരം അനുയോജ്യമായി കണക്കാക്കി താഷ്കെൻഡിലും ഉസ്ബെക്കിസ്ഥാനിലും വഖഫ് അർജി ചെയ്യാൻ സന്നദ്ധത അറിയിച്ചു. കേന്ദ്രം അത് അംഗീകരിക്കുകയും തന്റെ ഇളയ സഹോദരിയോടൊപ്പം സമർക്കന്ത്, ബുഖാറ എന്നീ സ്ഥലങ്ങളിൽ വഖഫ് അർജി ചെയ്യുകയും ഉണ്ടായി. ഈ സമയത്ത് മനുഷ്യകുലത്തെ അകമഴിഞ്ഞ് സേവിക്കാനും അവസരം ലഭിച്ചു. അഹമ്മദിയത്തിന് സന്ദേശം എത്തിക്കാനുള്ള തൗഫീക്കും അദ്ദേഹത്തിന് കിട്ടി. 1994 ഖലീഫത്തുൽ മസീർ ആബെ അദ്ദേഹത്തെ ഫദ്ലെ ഉമർ ആശുപത്രി റബുയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. ഇവിടെ അദ്ദേഹം 2005 വരെ ഏകദേശം 10 വർഷത്തിലധികം സേവന നിരതനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഫദ്ലെ ഉമർ ആശുപത്രിയിൽ പലതരത്തിലുള്ള നിർമ്മാണ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതുന്നു, 80-81 വയസ്സിലും അദ്ദേഹത്തിന് സേവന തൽപരത ഒരു യുവാവിൻ്റെതായിരുന്നു. എന്നിരുന്നാലും തനിക്ക് വയസ്സായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് റിട്ടയർമെന്റിന് അപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം റിട്ടയർ ആവുകയും ഇസ്ലാമാബാദിൽ സ്ഥിര താമസമാക്കുകയും ചെയ്തു. ഇസ്ലാമാബാദിലും പ്രാദേശിക കാദി എന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഡോക്ടർ അബ്ദുല്ല ബാരി പറയുന്നു, തന്റെ കുട്ടികളുടെ ദീനി തർബീയത്തിനെ കുറിച്ചും സ്വഭാവ സംസ്കരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എപ്പോഴും ചിന്തയുണ്ടായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അദ്ദേഹം എപ്പോഴും മുഴുകിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരുമകൻ ഡോക്ടർ മുസഫർ അലി നാസിർ, ഇദ്ദേഹവും ബാക്കൻ ജില്ലയിലെ നായിബ് അമീറാണ്, എഴുതുന്നു, ഞാൻ ഇതുവരെ ദിവസത്തിൽ ഇത്രയധികം തിലാവത്ത് ചെയ്യുന്ന മറ്റാരെയും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനോട് പ്രത്യേക അനുരക്തിയായിരുന്നു. ഒരു തവണ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഇനി ഞങ്ങൾക്കാരാണ് ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്ന് സങ്കടപ്പെട്ടിരുന്നു. ചൂടുകാലമായാലും തണുപ്പ് കാലമായാലും അദ്ദേഹത്തിന്റെ താജി നമസ്കാരത്തിലെ കൃത്യനിഷ്ഠത ഞങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഖിലാഫത്തിനോടും ജമാഅത്തിനോടും വളരെ സ്നേഹമായിരുന്നു. വളരെ ലളിത ജീവിതം നയിച്ചിരുന്നു. ഒരിക്കലും ഒരു കാര്യത്തിലും പരാതി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അബ്ദുസമദ് റസോയി എഴുതുന്നു, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുകയും തന്റെ സന്തോഷങ്ങളെ ത്യജിക്കുകയും ചെയ്തു. റബുയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് പലതവണ തങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പറയുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ തഹജ്ജുദ് നമസ്കാരം ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. ഖിലാഫത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ സ്നേഹവും ആദരവും ഞങ്ങളുടെ നല്ല രീതിയിലുള്ള തർബീയത്തിന് കാരണമായി. ഫദ്ലെ ഉമർ ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൽ ഖാലിഖ് പറയുന്നു, ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരോട് വാത്സല്യത്തോടെ പെരുമാറുകയും ജൂനിയർ ഡോക്ടർമാരുടെ ട്രെയിനിങ്ങിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് സീനിയർ ഡോക്ടർമാരോട് പറയുകയും ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളിൽ വളരെ വിശ്വസ്തയോടെ മേൽനോട്ടം വഹിച്ചിരുന്നു. ദരിദ്രർക്കും ആവശ്യക്കാർക്കും സ്വന്തം ചെലവിൽ സഹായിച്ചിരുന്നു. ഡോക്ടർ അഹമ്മദ് അഷ്റഫ് പറയുന്നു, വളരെ സഹനശീലനായ വ്യക്തിയായിരുന്നു. സഹിഷ്ണുതയും വാത്സല്യവും കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. മിതഭാഷിയുമായിരുന്നു.
ആശുപത്രി സംവിധാനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. നിയമങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ടായിരുന്നു. മറ്റു ഡോക്ടർമാരോടും തൻ്റെ മകനോടും മരുമകനോടും ഫദ്ൽ ഉമർ ഹോസ്റ്റലിൽ വന്ന് വഖഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുമായിരുന്നു. അള്ളാഹ് താല പരേതിനോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. അദ്ദേഹത്തിൻ്റെ നന്മകൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിലും തുറന്നു കൊണ്ടുപോകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഇവരുടെ എല്ലാം ജനാസ നമസ്കാരം അനുഷ്ഠിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله